ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു. എനിക്കും എന്താ പറയുക, ആര്യ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ കൊച്ചിലെ ഈ വഴി ഇങ്ങനെ പോകുമ്പം സ്ഥിരമായിട്ട് കാണുന്നൊരു സ്കൂളാണ്. അപ്പം ഇന്നാണ് ഇതിൻ്റെ ആ ഗേറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ പറ്റിയത്. അപ്പം എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഒരുപാട് ലെഗസി ഉള്ള ഒരു സ്കൂളാണ്. 60th സെലിബ്രേഷൻ. സോ കൺഗ്രാറ്റ്സ് ടു ആര്യ സെൻട്രൽ സ്കൂൾ ഫോർ ദിസ് സക്സസ്. ഒരു ചെറിയ കാര്യമല്ല, അതും ഇറ്റ്സ് ദ ഫസ്റ്റ് CBSE സ്കൂൾ ഇൻ കേരള എന്ന് മാം പറഞ്ഞു. സോ ആൻഡ് ഇവിടെ അഡ്മിഷൻ കിട്ടാനൊക്കെ പാടാണ്, എനിക്ക് അന്നേ അറിയാം, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല പഠിപ്പിസ്റ്റുകളല്ലേ? ഇല്ല, ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. പറഞ്ഞോ, നന്നായിട്ട് പഠിക്കും ഉറപ്പായും. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇവിടെ ആര്യ സെൻട്രൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത്. കാരണം ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്നവർ ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ് പഠിത്തത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു 60th സെലിബ്രേഷൻ എനിക്കും വരാൻ സാധിച്ചില്ല. കാരണം എനിക്ക് ടെൻത്ത് കഴിഞ്ഞ് എനിക്ക് +1 +2 ഒക്കെ ഇവിടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 10th എൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഇവർ തന്നെ പറഞ്ഞു വേറൊരു സ്കൂളിലായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് നല്ലത്. അതുകൊണ്ട് മാം എന്തായാലും സന്തോഷം. പിന്നെ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്പീച്ചായിരുന്നു മാം പറഞ്ഞത്. എന്താ പറയുക, എനിക്ക് അങ്ങനൊരു പ്രസംഗമൊന്നും വശമില്ലെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ സ്കൂൾ, ഞാൻ എൻ്റെ കോളേജിനേക്കാളും എൻജോയ് ചെയ്ത് എൻ്റെ സ്കൂളിലാണ്. എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പം ഞാനൊരു പക്ഷേ എൻ്റെ കോളേജ് ലൈഫിനേക്കാളും ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ച ഒരാളും കൂടിയാണ്. കൊച്ചിയിലെ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു 6-7 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ അവസാനം പഠിച്ച് തീർത്തത് ക്രൈസ്റ്റ് നഗർ സ്കൂളിലായിരുന്നു, നമ്മുടെ ഇവിടെ കവടിയാറ്. കൈയടിക്കാൻ തോന്നുമ്പം അടിച്ചോ, കുഴപ്പമില്ല. അപ്പോഴെനിക്കൊരു ഫ്ലോ കിട്ടും, അതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരുപാട് സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, സ്കൂൾ ലൈഫായിരുന്നു മൈ പേഴ്സണൽ ഫേവറേറ്റ് കോളേജിനേക്കാളും. അപ്പോൾ നിങ്ങളിപ്പം കോളേജിൽ പോയിട്ട് തന്നെ അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ അവിടെ ഇതിലും ബെറ്റർ ലൈഫ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും. നല്ല കാര്യം, നല്ല ആവട്ടെ, അടിപൊളി കോളേജിൽ ഒക്കെ ചേരാൻ പറ്റട്ടെ. ബട്ട് ദ സ്കൂൾ ലൈഫ് ഈസ് ലൈക്ക് വെരി ഗുഡ്. നമുക്ക് എന്നും മെമ്മറിയിൽ കാത്തു സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ക്രൈസ്റ്റ് നഗർ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലൊക്കെ എന്നെ പാട്ട് അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് മാമിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഇന്ന് 1200 സ്റ്റുഡൻസ് ഇവിടെ പെർഫോം ചെയ്തെന്ന് അറിഞ്ഞത് അതൊരു വലിയ ഒരു കയ്യടി. ഇത്രയും സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ, അതിന് നിങ്ങളെല്ലാവരും വരുന്നു, അത് സ്കൂൾ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. കാരണം ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് ഫെസ്റ്റൊന്നും സ്കൂളിൽ നടത്തില്ലായിരുന്നു. ഇത്രയും ഒരു ടെക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പിലോ ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പം ഇത് കോളേജിലായിരുന്നു. ബട്ട് നൗ എ ഡേയ്സ് എല്ലാ സ്കൂളിലും അതുണ്ട്, അങ്ങനെ ഒരു ഫെസ്റ്റായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ആനുവൽ ഡേ അടിച്ചു പൊളിക്കുക, നിങ്ങളുടെ പെർഫോമൻസസ് ഒക്കെ കലക്കുക. ആൻഡ് മാം എന്തായാലും ഒരു സ്പീച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മോട്ടിവേഷൻ, ചെറിയൊരു മോട്ടിവേഷൻ തരാം. നമ്മൾ പഠിത്തം തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, നമുക്ക് എന്താണോ ഇഷ്ടം അത്. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് ഡോക്ടർ ആവണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം 10th എൻ്റെ പെർഫോമൻസ് എന്നെ ഭയങ്കര ബാധിച്ചു. അതിലെൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ക്രൈസ്റ്റ് നഗറിൽ ചേർന്നത്. അങ്ങനെ ഞാൻ അത്യാവശ്യം ആ സമയത്ത് പാട്ടൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് +1 +2 ഫുൾ പഠിത്തം, അങ്ങനെ എൻട്രൻസ് കിട്ടി, ഡെൻറ്റിസ്ട്രി ഇറങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു ഡെൻറ്റിസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത്. എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ എന്താ പറയുക, പാട്ട് തന്നെയാണ്. ഈ കൊച്ചിയിലെ പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അത് മാത്രം മതി, അല്ലെങ്കിൽ അതിലാണ് അൾട്ടിമേറ്റ്ലി വരുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. എന്നാലും ഐ ഗ്രാജുവേറ്റഡ് ഫ്രം എ ഡെൻ്റൽ കോളേജ്, സോ ഐ വാസ് ഹാപ്പി. ഇപ്പോൾ ആരെങ്കിലും പാട്ട് മാത്രമേ ഉള്ളൂ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഡെൻറ്റിസ്റ്റാണ് എന്ന് കൂടി പറയാനുള്ളൊരു അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും അങ്ങനെ
ഒരു എക്സ്ട്രാ ഡിഗ്രി കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ആർക്കും ഒരു കുറവില്ലല്ലോ. ഇപ്പം എനിക്കൊരു BDS സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയുമ്പം പൊളി, അടിപൊളി, കലക്കി എന്നേ പറയുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു മൂഡ് പിടിച്ചോ. ഇപ്പോൾ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് വരും, ബട്ട് നെവർ ഗിവ് അപ്പ്. നിങ്ങൾ ഫെയിലിയേഴ്സ് ഉണ്ടാവാം, കൺഫ്യൂഷൻസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, എന്നാലും ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങളുടെ ഇഷ്ടത്തിൽ പിടിച്ചു നിൽക്കുക. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ ഞാനും ആ ഒരു വിശ്വാസത്തിലാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും മാം പറഞ്ഞൊരു പാട്ടൊക്കെ പാടണമെന്ന് ഞാൻ പാടിത്തരാം. ഇത് കഴിഞ്ഞിട്ട് പോരെ? ഇത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷം എൻ്റെ ഗാനം ഞാൻ ആലപിക്കുന്നതായിരിക്കും. എല്ലാവരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആര്യ സെൻട്രൽ സ്കൂൾ സെലിബ്രേറ്റ് ദിസ് ഡേ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇനി ഒരുപാട് വർഷങ്ങൾ ആര്യ സെൻട്രൽ സ്കൂളിന് സക്സസ്ഫുള്ളി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഓൾ ദ പെർഫോമൻസസ് ടുഡേ. എല്ലാം അടിപൊളിയാവട്ടെ.